ഫ്യൂച്ചർ ഈസ് അൺറിയലിസ്റ്റിക്. ഫ്യൂച്ചർ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാസ്റ്റ് കഴിഞ്ഞു പോയി, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് നമ്മുടെ കൺട്രോളല്ല. ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളല്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രസൻസ്, ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഈ പ്രസൻസിൽ നമ്മൾ ജീവിക്കുക. അത് മാത്രമുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ നാളെ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം വെക്കരുത്. നാളെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ നമ്മളുടെ സാഹചര്യമോ സന്ദർഭമോ അതിന് അനുയോജ്യമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക. അതിൻ്റെ വലിയൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു സ്റ്റെപ്പ് എന്ന്, ചെറിയൊരു ആക്ഷൻ എന്ന് വെക്കുക. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു വെക്കുക. നാളത്തേക്ക് വെക്കരുത്. ജീവിതം എന്ന് പറയുന്ന സംഭവം അത് വരാനിരിക്കുന്ന എന്തോ അല്ല, അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് എന്തോ അല്ല. ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ജീവിതം. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയാവുന്ന കുറേ മെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സീക്ക് ചെയ്ത് വന്ന ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഇതൊരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ, ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിട്ട് നമുക്കിതിനെ കൊണ്ടുവരണം. അതിനെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ ഒരു വ്ളോഗിലോട് സ്വാഗതം. നിങ്ങൾ മെൻ്റലി ബ്രോക്കൺ ആയിരിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേപ്പ് കിട്ടിയിട്ടിരിക്കുന്ന ആളാണോ? പലപ്പോഴും അവരുടെ ഒരു മാനസികാവസ്ഥ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ എത്ര തന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാലും അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവരുടെ അതേ സെൻസിൽ എടുക്കാൻ കഴിയില്ല. കാരണം അവർ കടന്നു പോയിട്ടുള്ള ആ ഒരു ട്രോമ, അവർ കടന്നു പോയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഇത് കേൾക്കുന്ന ലിസണർ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മേ ബി നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീച്ചറാവാം, ഇപ്പോൾ മേ ബി ഒരു പ്രൊഫഷണൽ ആയിരിക്കാം. ഒരു ഡെയിലി ലൈഫിലും നമ്മൾ പല ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കാം. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന, അവിടുത്തെ ഇതുണ്ടാവും, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും. അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ഉണ്ടാവും, എൻജിനീയർ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, പിന്നെ ലോയേഴ്സ് ഉണ്ടാവും, ഡെൻറ്റിസ്റ്റ് ഉണ്ടാവും. എന്തിനേറെ പറയുകയാണെങ്കിൽ ജീവിതത്തിലെ പല മേഖലകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രോക്കൺ ആയിട്ടുള്ള ഹേർട്ട് അഥവാ ബ്രോക്കൺ ആയിട്ടുള്ള ഹൃദയങ്ങൾ ഒരുപാടുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ എന്ന വ്യക്തി ഒരു വലിയ ഇൻ്റർനാഷണൽ ടെലിമാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് അതിനുണ്ടായിട്ടുണ്ട്. ആസ് എ പ്ലാനറ്റ്, ഈ ഒരു പ്ലാനറ്റിൽ ഒരുപാട് മനുഷ്യജീവികളുണ്ട്. ഫിസിക്കലി നമ്മളെല്ലാവരും രൂപത്തിൽ ഒരുപോലെയാണ്. കണ്ണ്, മൂക്ക്, ചുണ്ട്, പല്ല്, വാഴ, മുടി. പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും ഓരോരുത്തർക്ക്, ഡിഫറെൻറ്റ് ഡ്രസ് കോഡ്, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, സ്റ്റൈലിഷ് ആയിരിക്കും. പക്ഷേ പറയുവാണെങ്കിൽ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ്. മനുഷ്യൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള രൂപമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സ്, നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി, ഒന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ആ മനുഷ്യന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വീക്കായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെയും ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അടുത്ത് എൻജിനീയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷണൽസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാരണം ഞാനും ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ലോ ആയിരിക്കുന്നൊരു ടൈമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് ചെയ്തിട്ടോ, ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ പല ആൾക്കാർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. ഇതൊക്കെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഇതിലോട്ടൊന്നും പോവാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്കൊക്കെ അതിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഈ ലോകത്ത്, നമ്മുടെ ഈ പ്ലാനറ്റിൽ, ഈ ലോകം എന്ന് പറയുമ്പോൾ അത്ര വലിയ വിശാലമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് വീട്, ഓഫീസ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, നിങ്ങളുടെ ആ ഒരു ട്രാവലിംഗ്, അങ്ങനെ കുറച്ച് ഐ മീൻ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സർക്കിൾ ഉണ്ടാവുമല്ലോ. ഡിപ്പെൻഡ്സ് ഓൺ അത് ഓരോ വ്യക്തികളെ കുറിച്ചായിരിക്കും. ആ ഒരു ചെറിയ ലോകമായിരിക്കും നിങ്ങളത്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട്. നിങ്ങളെപ്പോലെ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ഇതൊന്നും പലപ്പോഴും പല ആൾക്കാരും റൈറ്റ് പേഴ്സൻ്റെ അടുത്തായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പല കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാലും കൗൺസിലർമാർക്കും ചിലപ്പോൾ പലപ്പോഴും നിങ്ങളെ അതിന് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീസ് കൊടുത്തിട്ട് ഇരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മൾ ഫ്രണ്ട്സാണ്. ആസ് എ ഫാമിലി, ഈവൻ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അതിനും അവർക്ക് മനസ്സിലാക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമ്മളെ എന്താണോ നമ്മുടെ ഇഷ്യൂ എങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് എ വേൾഡ് എവറിത്തിങ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യൻസ് ആണെന്നുണ്ടെങ്കിലും ആഫ്രിക്കൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ശാരീരിക പ്രകൃതിയിൽ ചെറിയ സ്കിൻ ടോണിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഹെയറിൽ വ്യത്യാസം ഉണ്ടാവും. എൻ്റർലി നമുക്ക് ഒരു ഹ്യൂമൻ ലുക്കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ മെൻ്റലി എല്ലാവരും ഒരുപോലെയല്ല. ഒരുപാട് മാനസിക വൈകല്യങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, മാനസികമായിട്ട് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഒരു ഏറ്റവും ബിലൗഡായിട്ടുള്ള ഒരാളുടെ ഒരു ലോസ്റ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ നഷ്ടപ്പെട്ടതായിരിക്കാം. അത് പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ഒരു മരണമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തേപ്പായിരിക്കാം. തേപ്പ് മീൻസ് അത് നമ്മൾ കല്യാണം കഴിക്കാതെ സ്നേഹിച്ചിട്ട് ആണ് ചതിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ തേപ്പെന്ന് പറയുന്നതല്ലോ. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഡൈവോഴ്സ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ബിസിനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ പറ്റിച്ചത് ചീറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്നായിരിക്കാം. പല ആൾക്കാരിൽ നിന്നും പല രീതിയിലുള്ള ഇത് നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർത്തപ്പെടും. പല പീഡനങ്ങൾക്കും നമ്മൾ ഇരയാകും. ഇപ്പോൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീഡനത്തിൻ്റെ കാലമാണ്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ പൊളിറ്റീഷ്യന്മാരുടെ പീഡനം, അതുപോലെ തന്നെ വിദ്യ അഭ്യസിക്കുന്ന അവിടെ നിന്നുള്ള പീഡനം, ഹോമോസെക്ഷുവാലിറ്റി. ഞാൻ ഒരാളുടെയും പേരെടുത്ത് ഒരാളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വേൾഡ്, ഒരു എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ പലർക്കും പല മാനസികപരമായിട്ടുള്ള ഒരു പീഡനത്തിനും അതുപോലെ തന്നെ ഒരു മെൻ്റൽ ട്രോമക്കും നിങ്ങൾ പലപ്പോഴും നമ്മൾ ഇടയാവുന്നുണ്ട്. പക്ഷേ പലർക്കും പല ഇതിന് സംഭവം വെച്ചാൽ പലർക്കും ഇതിൻ്റെ ആ ഒരു അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ലിസണർ ഇല്ല, അല്ലെങ്കിൽ പലരും അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഒരാളുടെ ഒരു അറ്റൻഷൻ സീക്കിങ്. കാരണം നമുക്കിത് പറയാനുള്ള ഒരാളുടെ പ്രസൻസ് വേണം. പലപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ആവാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് തുറന്ന് പറയാനുള്ള മടി, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാനുള്ള മടി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒതുക്കി കൊണ്ടുപോകും. ലാസ്റ്റ് ഇതെന്താവും, ഇതിങ്ങനെ കൂടി 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 വലിയൊരു ഇതായിട്ട് വരും. ആ സമയത്ത് നമുക്ക് മാനസിക സമ്മർദ്ദം വരും. പല രോഗങ്ങൾക്കും ഇത് കാരണമാകും. എന്തിനേറെ ഹേർട്ട് അറ്റാക്ക് വരെ നമുക്ക് വരും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദേശത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ NRI സുഹൃത്തുക്കളുടെ അവരുടെ ഒരു ജീവിതശൈലി, അവരനുഭവിക്കുന്ന ഒരു വേദന, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ്സ് ആസ് എ പ്രവാസി ആയ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോലിയുടെ സ്ട്രെസ്സ്, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മെസ്സിൽ നിന്നാണെന്നെങ്കിൽ പുറത്തുനിന്ന് അത് ഓർഡർ ചെയ്തിട്ട് കഴിക്കണം. പിന്നെ അവരുടെ ഓഫീസ് ഡ്രസ്സ് അവർക്ക് വാഷ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റൂം ക്ലീൻ ചെയ്യണം. പിന്നെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ പറയണ്ടല്ലോ, കുട്ടികളുണ്ടാവും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരുപാട് നമുക്ക് ഓഫീസ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 hours, ചില ആൾക്കാർക്കാണെങ്കിൽ 8 hours ഡ്യൂട്ടി ആയിരിക്കും, 6 hours ഉണ്ടാവും, 8 hours ഉണ്ടാവും, 10 ഉണ്ടാവും, 12 ഉണ്ടാവും. ചില ആൾക്കാർക്ക് ലേബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെയധികം
ദുസ്സഹനീയമാണ്. ലേബർ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആ ഒരു ബെഡ് കിടക്കുന്നതും അവരുടെയൊക്കെ ആ ഒരു നീറ്റ്നെസ്സും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മൾ ഷോക്കായി പോകും. സോ നമ്മൾ ബ്ലെസ്ഡാണ് അത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഈ മെൻ്റലി ഈ വരുന്ന ഈ ഒരു ഇത്, അപ്പോൾ അതിന് നമുക്ക് നമ്മുടേതായ രീതിയിൽ പോകുന്ന ഒരാളടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മെൻ്റൽ റിലീഫ് ഉണ്ടാവും, നിങ്ങൾക്ക് മാനസികപരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കും ഒരാളെയും അറ്റൻഷൻ സീക്കിങ്ങിനോ ലിസണേഴ്സോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ കേൾക്കാം. എനിക്ക് വലിയ പണിയൊന്നുമില്ല, ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ഫ്രം ഹോം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കാരണം ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം, എന്നെ വിളിക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെ പോയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു. കാരണം പ്രവാസ കാലഘട്ടത്തിൽ എനിക്ക് ടു ബി ഫ്രാങ്ക്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് ഓഫീസ് ഇങ്ങനെയായിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കാരണം എനിക്ക് ഒരു 5-6 years ആയിട്ടുള്ള കുറച്ച് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് എനിക്ക് ഭയങ്കര സ്വർഗ്ഗമാണ്. പിന്നെ ഞാൻ എല്ലാം മറക്കും, പിന്നെ അവരുടെ ഒരു ലോകത്തായിരിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാവും. പലപ്പോഴും ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉള്ള ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ച് നിങ്ങൾക്ക് പാരാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ യൂട്ടിലൈസ് ചെയ്യും. സോ ഇത്തരം ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് കണ്ടെത്തുക. എന്നിട്ട് അവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ടു ബി ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ലവ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. അത് ഒരു ഷോപ്പിംഗ് ആവാം, അല്ലെങ്കിൽ നല്ല ഹെയർ കട്ട്, നല്ല ബേർഡ് ഡ്രസ്സിങ്, പെൺകുട്ടികളാണെങ്കിൽ ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഐനിയർ, നല്ല ചുരിദാർ, നല്ല ഈ മോഡേൺ ആയിട്ടുള്ള നിങ്ങളുടെ എന്താണ് ആക്സസറീസ് എന്താണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഷോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വീക്ക്ലി ഒരു 5 day എങ്കിലും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധം സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് റിലീഫാവും. നിങ്ങൾക്ക് അതിലൂടെ എനർജി നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ മസിൽസ് സ്ട്രോങ് ആവും, നിങ്ങൾ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആവും, നിങ്ങൾ ഒന്നും കൂടെ ക്യൂട്ടാവും. അഥവാ ഇന്നത്തെ ജെൻസ് പിള്ളേർ പറയുന്നത് ക്യൂട്ട്നെസ് ഒക്കെ മാറി വിതരാൻ പറ്റും. ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ക്രീമും അതുപോലെ തന്നെ ഫേഷ്യലായിട്ട് സംഭവങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, നല്ല ഫ്രൂട്ട്സ്, നല്ല ഫുഡ്, വെജിറ്റബിൾസൊക്കെ മീൽസൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നല്ല ഒരു സൗന്ദര്യം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഈ ഒരു ബ്രേക്കപ്പ് നിങ്ങൾക്ക് റിക്കവർ ആവാനും പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആവാനും കഴിയും. അപ്പോൾ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്യാമ്പ്സൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക, നിങ്ങൾ ആക്റ്റീവ് ആവുക, ബാക്ക് ടു നോർമൽ. നിങ്ങൾ ആ പഴയ പല ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പഴയ ഒരു ലൈഫിലോട്ട് ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു പഴയ നിങ്ങളായിട്ട് മാറാൻ പറ്റും ഞാൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. കാരണം എനിക്ക് ഇതിനെല്ലാം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല. നിങ്ങളുടെ ക്യാഷ് ഒന്നും അവിടെ ഇവിടെയും കൊണ്ട് കളയാതെ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ മിങ്കിളാവുക, നിങ്ങൾ ഒരു സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആവുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇതൊരു ടെൻഷനേ പാടില്ല, ജീവിതത്തിൽ ടെൻഷനേ പാടില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫ്യൂച്ചർ ഈസ് അൺറിയലിസ്റ്റിക്. ഫ്യൂച്ചർ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞു പോയി, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് നമ്മുടെ കൺട്രോളല്ല, ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളല്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രസൻസ്, ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഈ പ്രസൻസിൽ നമ്മൾ ജീവിക്കുക, അത് മാത്രമുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ നാളെ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം വെക്കരുത്. നാളെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ നമ്മളുടെ സാഹചര്യമോ സന്ദർഭമോ അതിന് അനുയോജ്യമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക. അതിൻ്റെ വലിയൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു സ്റ്റെപ്പ് ചെറിയൊരു ആക്ഷൻ എന്ന് വെക്കുക. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു വെക്കുക, നാളത്തേക്ക് വെക്കരുത്. ജീവിതം എന്ന് പറയുന്ന സംഭവം അത് വരാനിരിക്കുന്ന എന്തോ അല്ല, അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് എന്തോ അല്ല, ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ജീവിതം. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ
എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയാവുന്ന കുറേ മെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സീക്ക് ചെയ്ത് വന്ന ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഇതൊരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ, ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിട്ട് നമുക്കിതിനെ കൊണ്ടുവരണം. അതിനെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു.